കോഴിക്കോട് ജില്ലയിലെ ഒരു പടിഞ്ഞാറൻ ഗ്രാമം എന്നതിനപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലം കൂടിയായ ഒഞ്ചിയം ചുവപ്പിന്റെ അവകാശികളെയാണ് ഇത്തവണ തെരഞ്ഞെടുക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റോ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയോ എന്നതാണ് ഇനി അറിയേണ്ടത്. വിധിയെഴുതിയ ജനത ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുമ്പോൾ ഇരുപക്ഷത്തെയും മുന്നണി പോരാളികളും ആത്മവിശ്വാസം കൈവിടുന്നില്ല. ഈ ചുവന്ന മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും ബോധമണ്ഡലത്തിൽ വരച്ചു വെക്കപ്പെട്ട ഒരു ചിത്രമുണ്ട്. വടകര ലോകകപ്പ് മുറിയിൽ പോലീസിൻ്റെ ഭീകരമായ മർദ്ദനമേറ്റ് ചോര വാർന്ന മണ്ടോടി കണ്ണൻ്റെ ആ ചോരയിൽ വരച്ചു വെച്ച അരിവാളും ചുറ്റിക്കും. ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ CPIM-നെയും അതിന്റെ സംസ്ഥാന നേതൃത്വത്തെയും നേരിട്ട് ബാധിക്കുന്നു എന്ന പ്രത്യേകതയും ഒഞ്ചിയത്തിനുണ്ട്. അതുകൊണ്ടാണ് ധീര രക്തസാക്ഷികളുടെ ചോര പടർന്ന ഒഞ്ചിയത്തെ നെഞ്ചോട് ചേർക്കാൻ ഇരുപക്ഷവും ഒരുങ്ങുന്നത്. വലിയ ഭീഷണികളൊക്കെ CPIM എടുത്തുപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ച് എന്തും നേരിടാൻ തയ്യാറായിട്ടുള്ള വോട്ടർമാരുടെ ഒരു കുത്തൊഴുക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയത്ത് ഒഞ്ചിയം പഞ്ചായത്ത് കാണാൻ കഴിയുന്നത്. അഭിമാന പോരാട്ടത്തിന്റെ അന്തിമഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒഞ്ചിയത്തെ വോട്ടർമാരുടെ നെഞ്ചിരിപ്പ് കൂടുകയാണ്. വിപ്ലവ വീര്യത്തിന്റെ 60 വർഷങ്ങൾ കരുതി വരുമോ, അതോ ഒഞ്ചിയത്തെ വിമത ശബ്ദം നിലയ്ക്കുമോ? ഒഞ്ചിയത്തെ വിമതർ കുലങ്കുത്തികളാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ഒഞ്ചിയത്തെ വിമത പാർട്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനും വിശേഷിപ്പിക്കുമ്പോൾ ജനഹിതം കൊണ്ട് മറുപടി പറയാനാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. പെട്ടി തുറക്കുമ്പോൾ ആര് ഞെട്ടും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒഞ്ചിയത്തു നിന്നും ക്യാമറമാൻ സുഭാഷുമായി ചേർന്ന് KC വിപിൻ, ഇന്ത്യ വിഷൻ.